നമുക്ക് രസകരമായ ഒരു റിപ്പോർട്ടിലേക്ക് പോയാലോ പ്രജൻ? എന്താണ്? വളരെ ഇപ്പോൾ ഈ സൈബർ തട്ടിപ്പുകൾ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ് അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും എല്ലാ പ്രായക്കാരും പറ്റിക്കപ്പെടാറുണ്ട്. പക്ഷേ പ്രായമായവർക്ക് പലപ്പോഴും ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ കുറച്ച് സ്ലോ ആയിരിക്കും. ചിലപ്പോൾ അവരത് പഠിച്ചു വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ അതെ, അവരിൽ തട്ടിപ്പ് നടത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അവരെ പറ്റിക്കാനാണ് മിക്കവരും ശ്രമിക്കാറുള്ളതും. എന്നാൽ തട്ടിപ്പുകാർക്കെല്ലാം പേടി സ്വപ്നമായ ഒരു മുത്തശ്ശിയുണ്ട്. എന്താണ്, എവിടെയാണ്? പേര് ഡെയ്സി എന്നാണ്. ബ്രിട്ടനിൽ നിരവധി തട്ടിപ്പുകാരെ വലയിലാക്കാൻ ഡെയ്സി അമ്മൂമ്മ സഹായിച്ചു എന്നതാണ് വാർത്ത. എന്നാൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ മുത്തശ്ശിക്കുണ്ട്. എന്താണെന്നല്ലേ കാണാം. So W is then a dot. 3 times W and then dot. I think your profession is bothering people, right? I'm just trying to have a little chat. It's nearly been an hour. For the love of Gosh, how time flies. ഇക്കഴിഞ്ഞ നവംബർ 14 മുതൽ ഡെയ്സി അമ്മുമ്മ ഒരു ദൗത്യത്തിലാണ്. പരമാവധി തട്ടിപ്പുകാരെ അകത്താക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഈ മുത്തശ്ശി മനുഷ്യ സ്ത്രീയല്ല. ബ്രിട്ടീഷ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ വിർജിൻ മീഡിയ ഓട്ടോ സൃഷ്ടിച്ച AI മുത്തശ്ശിയാണ് ഡെയ്സി. AI അധിഷ്ഠിതമായ ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഡെയ്സി മുത്തശ്ശി. തട്ടിപ്പുകാരോട് ദിവസം മുഴുവൻ സംസാരിക്കുക എന്നതാണ് മുത്തശ്ശിയുടെ ഏക തൊഴിൽ. തട്ടിപ്പുകാരോട് 1000-ലധികം സംഭാഷണങ്ങൾ നടത്തിയ ഡെയ്സി മുത്തശ്ശി ശരാശരി 40 മിനിറ്റ് നേരമാണ് സംസാരിക്കുന്നത്. സാങ്കേതിക പരിജ്ഞാനം തീരെയില്ലെന്ന് അഭിനയിച്ചും തന്റെ പേരക്കുട്ടികളെക്കുറിച്ച് കഥ പറഞ്ഞും തട്ടിപ്പുകാരുടെ സമയം കളഞ്ഞ് അവരെ നിരാശരാക്കുകയാണ് ഡെയ്സി മുത്തശ്ശി. AI മുത്തശ്ശിയെ പരിശീലിപ്പിക്കാൻ പ്രശസ്തരായ പല തട്ടിപ്പുകാരെയും കമ്പനി ഉപയോഗിച്ചു. വിദഗ്ധ പരിശീലനം നേടിയതിനാൽ മുത്തശ്ശിയുടെ സംസാരത്തിൽ തട്ടിപ്പുകാർ വീഴുന്നു. തങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് തട്ടിപ്പുകാരുടെ ലിസ്റ്റിലേക്ക് ഡെയ്സിയുടെ നമ്പർ ചേർക്കുകയാണ് ആദ്യപടി. നമ്പർ സീഡിംഗ് എന്ന വിദ്യയാണ് ഇതിനുപയോഗിക്കുന്നത്. തട്ടിപ്പുകാരുടെ സമയം പാഴാക്കുന്നതിനു പുറമെ ഉപഭോക്താക്കൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ മുന്നറിയിപ്പ് നൽകുക എന്ന ദൗത്യത്തിനും കൂടിയാണ് ഡെയ്സി മുത്തശ്ശിയെ ഉപയോഗിക്കുന്നത്. പല കേസുകൾക്ക് തുമ്പുണ്ടാക്കാനും തെളിവ് ശേഖരണത്തിനും മുത്തശ്ശിയുടെ സേവനം ഉപയോഗിക്കുന്നതായി കമ്പനി അറിയിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും ഒരാൾക്ക് ഒരു ദിവസം ശരാശരി 9 കോളുകളാണ് തട്ടിപ്പുകാരിൽ നിന്ന് വരുന്നത്. ഇന്ത്യയിലും ഇത്തരമൊരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിലോ? റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ അതാണ് ആ AI മുത്തശ്ശി. കൊള്ളാം അല്ലേ? അതെ, നാട്ടിലും വരട്ടെ. അതെ.